ഹായ്, ജോബ് ഫോർ യുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ ആർമി, എയർഫോഴ്സ്, നേവി തുടങ്ങിയ മേഖലയിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ വിജ്ഞാപനവും അതിൻ്റെ വിശദാംശങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഫൻസ് നേവൽ അക്കാദമിയിൽ 406 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. +2 ആണ് യോഗ്യത പറയുന്നത്. +2-ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. അപേക്ഷകർ 2006 ജൂലൈ 2-ന് മുൻപോ 2009 ജൂലൈ 1-ന് ശേഷമോ ജനിച്ചവരായിരിക്കണം. മാത്തമാറ്റിക്സ്, ജനറൽ എബിലിറ്റി ടെസ്റ്റ് എന്നീ 2 വിഷയങ്ങളാണ് എഴുത്തു പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒബ്ജക്റ്റീവ് മാതൃകയിലായിരിക്കും പരീക്ഷ നടത്തുക. 78 കേന്ദ്രങ്ങളിലായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് പരീക്ഷാ കേന്ദ്രങ്ങളുള്ളത്. 2025 ഏപ്രിൽ 13-നാണ് എഴുത്തു പരീക്ഷ നടത്തുന്നത്. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. UPSCയുടെ വെബ്സൈറ്റായ upsconline.nic.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വനിതകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ 31-ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്തത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷന്റെ വിജ്ഞാപനത്തെ കുറിച്ചാണ് പറയുന്നത്. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ 2024 UPSC വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, ഏഴിമല നേവൽ അക്കാദമി, ഹൈദരാബാദിലെ എയർഫോഴ്സ് അക്കാദമി, ചെന്നൈയിലെ ഓഫീസേഴ്സ് അക്കാദമി എന്നിവിടങ്ങളിലാണ് പ്രവേശനം. 457 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇതിൽ 32 ഒഴിവുകൾ ഏഴിമല നേവൽ അക്കാദമിയിലാണ്. ഓഫീസേഴ്സ് അക്കാദമിയിൽ ഡിഗ്രിയാണ് യോഗ്യത ചോദിക്കുന്നത്. നേവൽ അക്കാദമിയിൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ് പറയുന്നത്. എയർഫോഴ്സ് അക്കാദമിയിൽ ഡിഗ്രിയാണ് ചോദിക്കുന്നത്. കൂടാതെ +2-ന് ഫിസിക്സ്, മാത്സ് പഠിച്ചവരായിരിക്കണം. മിലിറ്ററി അക്കാദമിയിലേക്കും നേവൽ അക്കാദമിയിലേക്കും പുരുഷന്മാർക്കാണ് അപേക്ഷ സമർപ്പിക്കാനാവുക. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. 2025 ഏപ്രിൽ 13-നാണ് പരീക്ഷ നടത്തുക. 100 മാർക്കിനായിരിക്കും ഓരോ വിഷയത്തിനും പരീക്ഷ. ഓരോ വിഷയത്തിനും 2 മണിക്കൂറാണ് പരീക്ഷാ ടൈം വരുന്നത്. ഒബ്ജക്റ്റീവ് മാതൃകയിലായിരിക്കും പരീക്ഷ നടത്തുക. 78 കേന്ദ്രങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ആണ് പരീക്ഷാ കേന്ദ്രങ്ങൾ. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ 31-ആണ്. UPSCയുടെ വെബ്സൈറ്റായ upsconline.nic.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക.